മലയാളികളെ സ്വന്തമായി കാണുന്ന താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി. വക്കീൽ ജോലി ഉപേക്ഷിച്ചായിരുന്നു അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. വിവാഹം കഴിഞ്ഞാണ് പിന്നാലെയായിരുന്നു സിനിമയിലേക്ക് ക്ഷണം വരുന്നത്. തൻ്റെ പാഷൻ മനസ്സിലാക്കി പിന്തുണയ്ക്കുകയായിരുന്നു ഭാര്യ. തിരക്കുകളൊക്കെ ആകുമ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വരാൻ കഴിയില്ല. വീട്ടിലെ കാര്യങ്ങളും മക്കളെയും ഒക്കെ നോക്കിയിരുന്നത് സുലുവാണ്. ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്നാൽ പിന്നീടുള്ള സമയം മുഴുവൻ കുടുംബത്തിനായി മാറ്റിവെക്കാറുണ്ട്. നമ്മളെ മാത്രം ഓർത്ത് നോക്കുന്നവരല്ലല്ലോ അവരൊക്കെ. അതുകൊണ്ട് യാത്രയായാലും മറ്റ് എൻജോയ്മെൻ്റ് ആയാലും കുടുംബത്തിനൊപ്പമായിരിക്കും. യുവതാരങ്ങളൊപ്പം ഈ മാതൃക പിന്തുടരാൻ അദ്ദേഹം നിർദ്ദേശിക്കാറുണ്ട്. ജീവിതത്തിൽ തനിക്ക് ഏറെ പ്രിയപ്പെട്ടതും ഉപേക്ഷിക്കേണ്ടി വന്ന ശീലത്തെക്കുറിച്ച് പറഞ്ഞുള്ള മമ്മൂട്ടിയുടെ അഭിമുഖം വീണ്ടും ചർച്ചയാകുകയാണ്. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ ഒരു വിൽ പവർ വേണം. അതിനൊരു ശക്തിയുണ്ട്. നേട്ടങ്ങളെക്കാളും ഉപേക്ഷിക്കാനാണ് വേണ്ടി വരിക. അങ്ങനെ ഒരു ഫിലോസഫിയുമുണ്ട്. എനിക്കിഷ്ടപ്പെട്ട തള്ളിക്കളഞ്ഞൊരു കാര്യം എൻ്റെ പുകവലി ശീലമാണ്. എനിക്കിഷ്ടമായിരുന്നു വലിക്കുന്നത്. അത് നിർത്തിയിട്ട് 10, 15 വർഷത്തിന് മേലെയായി. എനിക്കിഷ്ടമുള്ള കാര്യമായിരുന്നു. പക്ഷേ ശാരീരികമായി അത് നല്ലതല്ല. എനിക്ക് മാത്രമല്ല ആർക്കും. നമ്മുടെ ശരീരത്തിന് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തെയാണ് നമ്മൾ കയറ്റിവിടുന്നത്. നമുക്ക് ജീവിക്കാൻ പുക വേണ്ടാലോ. ആഹാര പദാർത്ഥങ്ങളും വായുവും മാത്രം മതിയല്ലോ. ശാരീര പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. അത് നല്ലതെന്ന് തോന്നി. അങ്ങനെ വേണ്ടാന്ന് വെച്ചതാണ്. ഗ്ലാമറിനെ ബാധിക്കുന്നത് മാത്രമല്ല, ഞാൻ സിഗരറ്റ് വലിക്കുന്നത് മറ്റുള്ളവരെയും സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ അത് ഉപേക്ഷിക്കുന്നത് നല്ലതെന്ന് തോന്നി. എല്ലാ കാലഘട്ടത്തിലും ധർമ്മസങ്കടം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് ധർമ്മം നിഷേധിക്കുന്നത് താങ്ങാനാവുന്ന കാര്യമല്ല. ധർമ്മസങ്കടം എന്നെന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കഴിയും, എന്നാൽ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ധർമ്മസങ്കടം. അഭിനയം എനിക്ക് ഇന്നുവരെ മടുപ്പ് തോന്നാത്ത കാര്യമാണ്. ഭക്ഷണം പോലെയാണ്. തൃപ്തിയോടെ കഴിച്ചാൽ ഏമ്പക്കം വിടും. അത് കഴിഞ്ഞാൽ പിന്നെയും വിശക്കില്ലേ, അതുപോലെ തന്നാണ്. ചോറും കറിയും നിത്യവും കഴിക്കുന്നത് ആളുകൾക്ക് മടുപ്പില്ല. എന്നെ സംബന്ധിച്ച് പല പല കഥാപാത്രങ്ങളാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ചിലതൊക്കെ വിദേശത്ത് പോയാലും ചോറ് തപ്പി പോകുന്നത് കാണാം. അതുപോലെയാണ് എനിക്ക് അഭിനയം ഒരിക്കലും മടുക്കില്ല. ആളുകൾ എന്നെ മടുക്കാതിരിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് മാത്രം മടുക്കാതിരുന്നിട്ട് കാര്യമില്ല. പ്രായം തോറും കൂടെ ആളുകളുടെ ഇഷ്ടം കൂടുന്നത് ഞാനൊന്നും ചെയ്തിട്ടല്ല. ജനങ്ങൾ അങ്ങനെയൊന്നും പറ്റിക്കാനും ആവില്ല.